ഹലോ ഗൈസ്, വെൽക്കം ടു മൈ കുക്കിംഗ് ചാനൽ ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ്. ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 3 കിലോ ബീഫാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറയാൻ പോവാണ്. അതിന് നമുക്ക് സവോള എടുക്കാം. ഒരു 3 കിലോ ബീഫിന് നമുക്ക് സവോള എടുക്കാം. ഒരു 4 സവോള എടുക്കാം. ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിലും ബെസ്റ്റാണ്. സവോള എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സവോളയിലെ മേലത്തെ ആ ഇതൾ നമ്മൾ കളയണം. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കളയണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തണ്ട് അവിടെ ഇരുന്നാൽ നമുക്ക് ഫുഡ് പോയിസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 സൈഡും വൃത്തി കണ്ടിച്ച് കളഞ്ഞ് ഈ മുകളിലത്തെ ലെയർ എടുത്ത് കളയുമ്പോൾ നമ്മൾ നോക്കണം. അതിനകത്ത് ഒരു ബ്ലാക്ക് കളർ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ഒന്നേ ആ സ്കിന്ന് അത് എടുത്ത് കളയുക, അല്ലെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ 4 സവോള ഞാൻ ഇവിടെ എടുത്തിരിക്കുകയാണ്. ആ സവോള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ക്ലീൻ ചെയ്ത വെളുത്തുള്ളി ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഞുറുക്കണം. അതുപോലെ ഇപ്പോൾ ചെറിയുള്ളി, വെളുത്തുള്ളി നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള 4 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു 3 കിലോ ബീഫുള്ളതുകൊണ്ട് തേങ്ങ ഒരു ഫുൾ തേങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചേക്കാണ്. ഇഞ്ചി ഇതുപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ബീഫ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു 10% നമ്മൾ നെയ്യോട് കൂടിയ ബീഫ് എടുക്കാൻ. ഇപ്പം നന്നായിട്ട് കഴുകി 3 കിലോ ബീഫ് നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ഈ കണ്ടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് നമുക്കിടാം. കുറച്ച് ഇഞ്ചി നമുക്കതിലേക്കിടാം. കുറച്ച് സവോള, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇതിലേക്കിടാം. അതുപോലെ തന്നെ കുറച്ച് കരിയാപ്പില. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കരിയാപ്പില നമ്മൾ എത്രമാത്രം കൂടുതൽ യൂസ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കൂടുതലല്ല ഏത് നോൺ വെജ് കറികൾക്ക്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നു. ഒരു സ്പൂണോട് ഇടാം, കാരണം 3 കിലോ ഉള്ള ശരിക്കും ഒരു സ്പൂണോട് ഇടാം. അതിനുശേഷം നമ്മൾ ഗരം മസാല കുറച്ചിടുന്നു. കുറച്ച് പെപ്പർ പൗഡർ, ചതച്ച് വെച്ച പെപ്പർ പൗഡർ, പൊടിയാക്കരുത്, ചതച്ച് വെച്ച പെപ്പർ പൗഡർ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ സാധാരണ പറയാറുള്ളത് കല്ലുപ്പാണ്. ഞാൻ മിക്കതും കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് ആവശ്യത്തിന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയുപ്പിനേക്കാൾ നല്ലത് കല്ലുപ്പാണ്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അധികം വേണ്ട. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കുക. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് മിക്സ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ മിക്സ് ചെയ്യാൻ കളറും കിട്ടും, അത്യാവശ്യം എരിവും കിട്ടും, എല്ലാവർക്കും കഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി എല്ലാം നമുക്ക് എല്ലാത് പീസയിൽ പിടിപ്പിച്ച് നല്ല മസാല നന്നായിട്ട് പിടിപ്പിച്ച് വെക്കണം. ഇതൊരു 10 to 15 മിനിറ്റ്സ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നമുക്ക് ഇത് കുക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഇതിലിപ്പോൾ തീർത്തും വെള്ളമില്ല, നമുക്ക് ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്.
നമ്മളിപ്പോൾ മസാലകളൊക്കെ ഇട്ട് നമ്മൾ സ്റ്റവ് വെച്ചൊക്കെയാണ് സ്റ്റവ് ഓൺ ചെയ്യുകയാണ്. നമുക്ക് ഒരു നമ്മുടെ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് നമ്മളിത് ബിസിൽ നമ്മൾ നോക്കണം. ഇളം മൂപ്പാണെങ്കിൽ നമ്മളൊരു 3-4 മതിയാവും. പക്ഷേ നല്ല മൂപ്പുള്ളത് എരുമയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 6 ബിസിലേലും നമ്മൾ ആക്കണം. നമ്മുടെ ബീഫ് നമ്മുടെ കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു ഡ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മസാലകളെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കത് ഓൺ ചെയ്യാം, സ്റ്റവ് ഓൺ ചെയ്യാം. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് നമ്മൾ അതിനുശേഷം കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇടണം. ഇഞ്ചി അതിലേക്ക് ഇടണം. അതോടൊപ്പം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഈ സമയം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ഇട്ടേക്കുന്ന മസാലകൾ ശരിക്കും അതിൽ പച്ചമണം പോകുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കൽ നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കണം. ഇവിടെ കുറച്ച് നമ്മൾക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കുകയാണ്. കഴുകി ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്ന കരിയാപ്പിലയാണ്. നന്നായിട്ട് ഇളക്കുക. ഈ സമയം നമ്മൾ കടിച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കുക. അതിനിടയ്ക്ക് വലിയൊരു സവാള വീണ് പോയി. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഗൈസ്, നമ്മുടെ മസാല ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കുക്കർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾ, നമ്മൾ മുമ്പേ മഞ്ഞൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ അരി പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ കുറവാണെങ്കിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം, അത് ആവശ്യാനുസരണം കൊടുക്കണം, അത് കൂടി പോവുകയും ചെയ്യരുത്. ഫ്രണ്ട്സ്, ഇത് നമുക്ക് 3 കിലോ ബീഫ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പം ഡ്രൈ ഫാൻ മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് ബീഫും കൂടെ ഇടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഡ്രൈ ഫാൻ വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, കുറച്ചും കൂടെ വലിയതിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ സംഭവം റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ നമ്മുടെ ഡ്രൈ ഫാനിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ബീഫ് ഇടുകയാണ്. അതിന് മുമ്പ് നമ്മൾ കുക്കറിലുള്ള ബീഫിലുള്ള വെള്ളം ഗ്രേവി നമ്മൾ തൽക്കാലം മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള ബീഫ് നമ്മൾ അതിലേക്ക് മസാലയിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഈ സമയം ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല അടിയിൽ കിടക്കുന്ന മസാല എല്ലാം കൂടെ മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇളക്കുന്നത് ഒരിക്കലും നിർത്തരുത്. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിച്ചാൽ എല്ലാം കുളമായി പോകും, അറിയാമല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മിനിമം ഒരു 15 മിനിറ്റോളം നമ്മൾ ഇളക്കണം. ഒരു 5 മിനിറ്റ് ശേഷം ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വെച്ചാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി. ഇപ്പോൾ കുറച്ച് ബ്ലാക്ക് കളർ വന്നിട്ട് ഇനിയും ബ്ലാക്ക് കളർ വരണമെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി വിടുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് സെറ്റാകാൻ വേണ്ടി വെക്കുക. 5 മിനിറ്റ് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ്, സൂപ്പർ. നന്നായിട്ട് കുരുമുളക് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് ഈ ബീഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നന്ദി. ഗൈസ്, ഇന്നത്തെ നമ്മുടെ ബീഫ് ഫ്രൈയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ
ടെൻഡറായിട്ടുള്ള ബീഫ് നമ്മൾ മേടിക്കണം. അതായത് നമുക്ക് അണ്ടർ കട്ട് എന്ന് പറയാം. അണ്ടർ കട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചതവും ഒടിവൊന്നും ഏൽക്കാത്ത മീറ്റാണ്. വളരെ കുറച്ച് സമയം നമ്മൾ വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും, വളരെ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് നെയ്യോടുകൂടി ഒരു കിലോ നമ്മൾ ബീഫ് മേടിക്കുകയാണെങ്കിൽ ഒരു 5% നമ്മൾ നെയ്യോടുകൂടി ബീഫ് വേണം നമ്മൾ മേടിക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുക്കിംഗ് ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റായിട്ടുള്ള നമ്മൾ അണ്ടർ കട്ട് അങ്ങനെ ഉള്ള ബീഫ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 4 വിസിലിൽ നമുക്ക് മതിയാവും ഇത് വേകാൻ വേണ്ടി. അല്ലെങ്കിൽ മൂത്തതാണെങ്കിൽ 6-7 വിസിലും വേണ്ടി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് നമ്മൾ മസാലകൾ നമ്മൾ അളവും ടൈമുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്രമാത്രം യൂസ് ചെയ്യണം, ഓരോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള മസാലകൾ എത്ര യൂസ് ചെയ്യണം, അതിൻ്റെ അളവും പിന്നെ കുക്കിംഗ് ടൈമിങ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.